ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ മധുരക്കിഴങ്ങ് കൊഴുക്കട്ടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതൊരു ഇഡ്ഡലി കുക്കറിൽ കിഴങ്ങുകളെല്ലാം വെച്ച് നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട സ്റ്റഫിങ്സ് എല്ലാം റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ, 3 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ഉരുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ശർക്കര നന്നായി ഉരുകി തേങ്ങയിലെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായി വേവിച്ച മധുരക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് നന്നായി ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരുവിധം നമ്മളുടെ മധുരക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായി പിടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യ് പുരട്ടി ഒരു ഉരുള വെച്ച് നന്നായി പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങയുടെ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്ത് ഇല നന്നായി മടക്കി ഒന്ന് ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഴയില നിവർത്തിയതിന് ശേഷം കൈ കൊണ്ട് സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കൊഴുക്കട്ടയുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഫില്ലിങ്സ് എല്ലാം വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോ കൊഴുക്കട്ട സ്റ്റഫിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിച്ചെടുത്താൽ നല്ല അടിപൊളി രുചിയിലുള്ള മധുരക്കിഴങ്ങ് കൊഴുക്കട്ട റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.